എൻ്റെ പേര് ഗ്രിഗോറിയസ് ഗ്ലാഡ്. എൻ്റെ വീട് കൊല്ലം. എൻ്റെ വണ്ടിയാണ് ഹോണ്ട അക്കോർഡ് 2010 വണ്ടിയാണ്. ഇത് 79,000 ഓടിയിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന സ്റ്റോക്കായിരുന്നു. അതെ അതെ. അപ്പോൾ ഒരു 5 lakh ആ റേഞ്ചായി. ഇത് നമ്മൾ മ്യൂഗൻ സ്കേർട്ടാണ് ഹോണ്ട അക്കോർഡിന് വരുന്നത്. അപ്പോൾ നമ്മൾ അതിനകത്ത് എക്സ്ട്രാ കസ്റ്റം ബിൽഡ് ചെയ്ത ഒരു ലിപ്പാണ് ഇതിനകത്ത് വെച്ചേക്കുന്നത്, ആ ബ്ലാക്കിൽ കാണുന്നത്. പിന്നെ നമ്മളിത് ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ് ലാമ്പാണ്, ബുഗാട്ടി ഇൻസ്പയർഡ് ഹെഡ് ലാമ്പ് എന്നാണ് ഇതിൻ്റെ ഒരു പേര്. ഇത് RGB കൺട്രോളബിൾ ആണ്, അകത്ത് പല പല കളേഴ്സ് നമുക്ക് ആഡ് ചെയ്യാം. ഈ ഹെഡ് ലാമ്പ് 2 തരം ടൈപ്പ് ഉണ്ട്. റെഡ് ഐ വരുന്നുണ്ട്, സാധാ ഒരു ടൈപ്പ്. ഇപ്പോൾ നമ്മൾ റെഡ് ഐ മേടിച്ചിട്ട് അതിനകത്ത് നമ്മൾ RGB കണക്ടിവിറ്റി ചെയ്തേക്കുക. അപ്പോൾ ഇത് ഇന്ത്യയിൽ അങ്ങനെ ആരും ചെയ്തിട്ടില്ല. പിന്നെ ഈ ഫോഗ് ലാമ്പ് 3 തരം ലൈറ്റ് ഉണ്ട്. പ്യുവർ വൈറ്റ് ഉണ്ട്, സാധാ വൈറ്റ്, പിന്നെ യെല്ലോയും ഉണ്ട്. പിന്നെ ഈ ഗ്രില്ല് നമ്മൾ തന്നെ കസ്റ്റം ചെയ്തെടുത്ത ഗ്രില്ലാണ്. ഇത് ഓട്ടോമാറ്റിക് അക്കോർഡിന് വരുന്ന ഗ്രില്ലാണ്. അപ്പോൾ നമുക്കത് കിട്ടാത്തത് കൊണ്ട് നമ്മളിത് കസ്റ്റം മേക്ക് ചെയ്ത് എടുത്തു. പിന്നെ ഡേ ടൈം റണ്ണിങ് ലാമ്പും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, വിത്ത് ഇൻഡിക്കേറ്റേഴ്സാണ് വരുന്നത്. ഇത് 19 ഇഞ്ച് അലോയ്സ് ആണ്, റാഡിയേറ്റ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. അപ്പം പ്രൊഫൈൽ ഇട്ടേക്കുന്നത് വെച്ചാൽ 235, 35, 19 ആണ്. അപ്പം ഇന്ത്യയിൽ ഈ ഒരു സ്പെക്കിൽ 19 ഇഞ്ച് ഇത് മാത്രമേ ഉള്ളൂ, തന്നെ ഉള്ളി പീസാണ്. ഇത് നമ്മൾ കസ്റ്റം ചെയ്ത ഒരു സൈഡ് ലിപ്പാണ്. ഇത് മ്യൂഗൻ സ്കേർട്ടിൽ വരുന്നതല്ല, നമ്മൾ എക്സ്ട്രാ ഫൈബർ ചെയ്ത് ഒരു ലിപ്പ് നമ്മൾ ആഡ് ചെയ്തതാണ്. ലോവർ ആവാൻ വേണ്ടി ഒരു ഫീൽ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്തതാണ്. അതിപ്പം ഫ്രണ്ട് ആയാലും ബാക്കിൽ നമ്മൾ അത് സെയിം ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, ആ ഡിസൈനിൽ തന്നെ. ഇത് VI എയർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ എയർ സസ്പെൻഷനാണ് നമ്മൾ അക്കോർഡ് ചെയ്തേക്കുന്നത്. അത് നമ്മൾ മാനുവലി കൺട്രോൾ ചെയ്യാം, നമ്മുടെ കയ്യിൽ റിമോട്ടും. നമ്മളിപ്പോൾ ബാക്കിലാണ് എയർ സസ്പെൻഷൻ്റെ യൂണിറ്റ് ചെയ്തേക്കുന്നത്. 2 കംപ്രസറും 1 ടാങ്കും. 2 ടാങ്ക് ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒറ്റ ടാങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കും. പിന്നെ പേളി ബേ എന്ന് പറഞ്ഞ കാറിനൊരു പേരിട്ടതാണ്. ഇതിനകത്ത് ഇപ്പോൾ 4 കൺട്രോൾസ് ഉണ്ട്, A B C D. അപ്പം Aയും Bയും ഫ്രണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, Cയും Dയും ബാക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ അതാണ് റിമോട്ടിൽ കൺട്രോൾ. നമ്മൾ അകത്ത് നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുമിച്ച് വേണമെങ്കിലും പൊക്കുകയോ ഒരുമിച്ച് താക്കുകയൊക്കെ ചെയ്യാം. ഇത് നമുക്ക് അകത്തു നിന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സ്വിച്ചാണ്. ഇത് ഫ്രണ്ട് പൊങ്ങുന്നതും താഴുന്നതും, ഇത് ബാക്ക് പൊങ്ങുന്നതും. പിന്നെ ഈ ഒരു സ്വിച്ചിലാണ് നമ്മൾ ഫുൾ ഡ്രോപ്പ് ആക്കണമെങ്കിൽ ഈ ജസ്റ്റ് ഒരു ബട്ടൺ ഞെക്കിയാൽ രണ്ടും ഒരുമിച്ച് താഴും. പക്ഷെ അത് താഴുമ്പോൾ നോക്കണം, പ്ലെയിൻ ആയിട്ടുള്ള റോഡിൽ താഴ്ത്തിയാൽ നടക്കുമല്ല. നമ്മൾ മാക്സിമം പാരലായിട്ടുള്ള സർഫസിൽ വേണം ഇത് താക്കാൻ. ഇങ്ങനെ എന്തെങ്കിലും പണിയിട്ടുണ്ടോ താത്തിട്ട്? സ്കേർട്ടൊക്കെ ചെറുതായിട്ടൊന്ന് പോറിയിട്ടുണ്ട്. അത് നമ്മൾ ആ ഫൈബറിന്റെ ഒരു ക്രാക്ക് സൗണ്ട് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും തട്ടിന്ന്. അപ്പോഴേ നമ്മൾ പൊക്കി അങ്ങ് ഇടും. ഇൻസ്റ്റന്റ് ആയിട്ട് ഇപ്പം എയർ ഇല്ലെങ്കിൽ നമുക്ക് പറ്റൂല. എയർ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഈ ഫ്രണ്ട് സ്വിച്ച് ആക്കിയാൽ പൊക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ എയർ കംപ്രസറിൽ എയർ കയറിയിട്ട് വേണം അത് പൊക്കാൻ. അതെ അതെ. ഇത് അക്കോർഡ് 2.4 ആണ്. നമ്മൾ സ്റ്റേജ് 1+ ട്യൂൺ ചെയ്തിട്ടുണ്ട്. വുൾഫ് പെർഫോമൻസിൽ നിന്നാണ്, എറണാകുളം. പിന്നെ ഇത് കസ്റ്റം പെയിൻറ്റ് ജോബാണ്. ആസിഡ് ലൈവ് ഗ്ലോസ് മെറ്റാലിക് എന്ന് പറഞ്ഞൊരു പെയിൻറ്റ് ജോബാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഗ്രീൻ ഗോബ്ലിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡി, അങ്ങനെ വെറുതെ ഇട്ടുന്നേ ഉള്ളൂ. ഇത് കസ്റ്റം ഫിൽറ്റേഴ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. മൈലേജ് നമുക്ക് അത്യാവശ്യം മാനിയായിട്ട് പോയാൽ നമുക്ക് കിട്ടും. നമ്മൾ സ്റ്റേജ് 1+നകത്ത് ആഡ് ഓൺ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പോപ്സ് ആൻഡ് ബാങ്ക്സ് ചെയ്തിട്ടുണ്ട്. പൊട്ടലും ചീറ്റില്ല ആ ഒരു സെറ്റപ്പ്. അപ്പം നമ്മൾ അങ്ങനെ കാല് കൊടുത്ത് കഴപ്പ് കാണിച്ച് പോവുകയാണെങ്കിൽ ഉദ്ദേശിക്കുന്ന മൈലേജ് കിട്ടൂല. നോർമലി പോവുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം 9 to 10 കിട്ടും. പിന്നെ ഇത് എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട്, വാൽട്രോണിക് ആണ്, റേമസിൻ്റെ എക്സോസ്റ്റാണ്. അപ്പം ഇത് ഷോർട്ട് ടിപ്പാണ്, അപ്പുറത്തെ സൈഡാണ് വർക്കിങ്. ഇത് സ്റ്റോക്ക് സൗണ്ടാണ് വരുന്നത്. അപ്പം നോർമലി മാനിയായിട്ട് പോകണമെങ്കിൽ നമുക്ക് വാൽട്രോണിക് ഉണ്ടെന്ന് നമ്മൾ അറിയത്തില്ല, ജസ്റ്റ് സ്റ്റോക്ക് അക്കോടെ പോകുന്ന ഒരു ഫീലേ ഉള്ളൂ. പിന്നെ ഇച്ചിരി സൗണ്ട് വരുന്നതെന്ന് വെച്ചാൽ ഫിൽറ്ററിന് വരുന്ന ഒരു സൗണ്ടേ ഉള്ളൂ. പ്യുവർ സ്റ്റോക്ക് അല്ല, ഫിൽറ്റർ ഉള്ളതുകൊണ്ട് ഒരു ഇച്ചിരി ഒരു ഗാംഭീര്യം തോന്നിക്കും, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അതും ഇല്ലെങ്കിൽ പ്യുവർ സ്റ്റോക്ക് ആയിരിക്കും. ഈ ഒരു സ്വിച്ച് വാൽട്രോണിക് യൂണിറ്റിൻ്റെ ഒരു സ്വിച്ചാണ്, എക്സോസ്റ്റിൻ്റെ സ്വിച്ചാണ്. അപ്പം നമ്മൾ മാനുവലി ഓഫും ആക്കാം ഓണും ആക്കാൻ പറ്റും. അപ്പം ഇപ്പം എന്തെങ്കിലും ഇപ്പം ഷോ കാണിക്കണമെങ്കിൽ നമുക്ക് ഓൺ ആക്കിക്കൊണ്ട് പോവാം, അല്ലെങ്കിൽ മാനിയായിട്ട് പോകണമെങ്കിൽ ഓഫ് ചെയ്തിട്ട് അങ്ങ് പോവാം. സ്റ്റോക്ക് സൗണ്ട് ആയിരിക്കും വരുന്നത്. ഓൺ ആക്കുമ്പം റേമസിൻ്റെ ഒരു എക്സോസ്റ്റ് സൗണ്ട്. പിന്നെ നമ്മളിത് കസ്റ്റമായിട്ട് ഇന്നോവയുടെയും ക്യാമറയുടെ ഒക്കെ വരുന്ന ഒരു ലൈറ്റ് ബാക്കി വെച്ചിട്ടുണ്ട്. അത് വിത്ത് ഇൻഡിക്കേറ്ററും ബ്രേക്ക് ലൈറ്റും. പിന്നെ ഇത് ആഫ്റ്റർ മാർക്കറ്റ് ടെയിൽ ലാമ്പാണ്. പിന്നെ നമ്മളൊരു കസ്റ്റം സ്പോയിലേഴ്സ് നമ്മൾ പണിഞ്ഞിട്ടുണ്ട്. കസ്റ്റം ചെയ്തെടുത്ത
ഇത് കസ്റ്റം ചെയ്തെടുത്ത പെയിൻറ്റ് ജോബാണ്, പേർപ്പിളാണ്. അപ്പം രാവിലെയും ഉച്ചയൊക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക ഒരു കളറാണ്, നൈറ്റ് ആകുമ്പോൾ ഒരു പ്യുവർ വയലറ്റ് ഷെയ്ഡായിട്ടാണ് വരുന്നത്. പിന്നെ ക്ലിയറിൽ നമ്മൾ എക്സ്ട്രാ ഗ്ലിറ്റേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിപ്പം സൺലൈറ്റ് വരുമ്പോൾ അത്യാവശ്യം തിളങ്ങിയിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് എക്സ്ട്രാ സെറാമിക് കോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൊല്ലത്ത് തന്നെ വാഷിങ്ടൺ DC എന്ന് പറഞ്ഞൊരു ടീമാണ് ചെയ്തേക്കുന്നത്. മെയിൻ്റെനൻസ് കമ്പാരിറ്റീവ്ലി എല്ലാവരും ഇവിടെ വിചാരം അക്കോർഡിന് ഭയങ്കര മെയിൻ്റെനൻസ് ആണെന്നാണ്. പക്ഷേ നമ്മൾ ഒരു മാനയായിട്ട് കൊണ്ട് നടക്കുവാണെങ്കിൽ ഒരു എൻജിൻ ഓയിലും ജസ്റ്റ് ആ ഒരു രീതി മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 5,000-8,000 റേഞ്ചിൽ കാര്യം നടക്കും. ഞാൻ ഷോറൂമിലല്ല, നമുക്ക് അറിയാവുന്ന ട്രസ്റ്റഡ് ഗ്യാരേജ് ഉണ്ട്, അവിടെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഷോറൂം ആണെങ്കിൽ ഇതിൻ്റെ അപ്പുറം ഇരട്ടി ചാർജ് മേടിക്കും. പക്ഷേ എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്ന ഷോറൂമിലാണ് ചെയ്യാൻ. പിന്നെ കാശില്ലാത്തവർ വേറെ ഗ്യാരേജിൽ പോകുമല്ലോ, അതേ കണക്ക്. ഇപ്പം ഹോണ്ട ഞാൻ അങ്ങനെ പോയിട്ടില്ല. എനിക്ക് അങ്ങനെ ആകെ ഇഷ്യൂ വന്ന ക്ലച്ചിന് മാത്രമാണ്. അത് ഇപ്പം പാരമ്പര്യമായിട്ട് അക്കോർഡിന് വരുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് സീൻ വരുന്നത്. പിന്നെ പാരമ്പര്യമായിട്ട് ഒരു അസുഖം സ്റ്റിയറിംഗ് റാക്ക്, സ്റ്റിയറിങ്ങിൻ്റെ പമ്പ് അതൊക്കെ പോകുന്ന അക്കോർഡിന് അങ്ങനെ ഒരു അസുഖമുണ്ട്. അതിപ്പം 2012 നിർത്തിയതാണെങ്കിൽ നമുക്ക് അവൈലബിലിറ്റി ഉണ്ട്. അത്യാവശ്യം. പിന്നെ കോസ്റ്റ് അത്യാവശ്യം ഇച്ചിരി കൂടുതലാണ്. ചിലവർ പറയാൻ അവൈലബിലിറ്റി ഇല്ല, പക്ഷെ സാധനം കിട്ടാനും ഒക്കെ ഒരു ഡിലേയും ടൈമും എല്ലാം നോർത്തിൽ നിന്ന് വരുന്ന ആയതുകൊണ്ട് നമ്മൾ സൗത്തിൽ നിന്ന് ആരും അങ്ങനെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഇല്ല. ഇല്ല, സംഭവം എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ഇറക്കാറില്ല വണ്ടി. ഒന്നെങ്കിൽ നൈറ്റ് ഇറക്കും, എന്തെങ്കിലും ആവശ്യം വീട്ടുകാരൊക്കെ ആയിട്ടുള്ള ആവശ്യത്തിന് മാത്രമേ ഇറക്കാറുള്ളൂ. പിന്നെ ഒരു വട്ടം MVD വന്ന് ഫോട്ടോയും വീഡിയോ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇതിലായിട്ടും മെസ്സേജ് ഒന്നും വന്നിട്ടില്ല, ദൈവത്തിൻ്റെ കൃപ കാരണം ഒന്നും വന്നിട്ടില്ല. നമുക്ക് ഒരു കൂട്ടായ്മ ഉണ്ട്, ഹോണ്ട അക്കോർഡ് ഓണേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാമിൽ പേജുണ്ട്. അപ്പം ആ ഒരു വഴി ഫ്രണ്ട്സ് ത്രൂ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും പാർട്സ് അവൈലബിലിറ്റി ഇപ്പോൾ കുറവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിൽ നിന്ന് മെസ്സേജ് അയക്കുമ്പോഴായാലും നമ്മളത് സോൾവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവർക്ക്. അത് ഓൾ ഇന്ത്യ ഉണ്ട്. ഉണ്ട്. പിന്നെ വേൾഡ് വൈഡ് ക്ലബ്ബും ഉണ്ട്. ലോകത്തുള്ള എല്ലാ അക്കോർഡ് ഓണേഴ്സ് ക്ലബ്ബും ഒരു കൂട്ടായ്മയും ഉണ്ട് നമുക്ക്. അതുമുണ്ട്.